ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സ്പാനിഷ് പട്ടാളത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഗാസ്പർ ഫ്ലോറസ്. അദ്ദേഹത്തിൻ്റെ സുന്ദരിയായ ഭാര്യ മരിയ ദേ ഒലീവ യ ഹെരേര, മരിയ ദേ ഒലീവ യ ഹെരേര. അവർക്ക് ജനിച്ച ശിശുവിന് ഇസബൽ എന്നാണ് പേരിട്ടത്. ഇസബൽ. അപ്പൻ്റെയും അമ്മയുടെയും പേരുകളുടെ വിവിധ ഭാഗങ്ങൾ ചേർത്ത് മുഴുവൻ പേര് ഇസബൽ ഫ്ലോറസ് ദെ ഒലീവ. കുട്ടിയെ നോക്കാനായിട്ട് ഒരു ആയ ഉണ്ടായിരുന്നു വീട്ടിൽ. ഒരു ദിവസം ആയ അമ്മത്തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കിയപ്പോൾ അതിശയിച്ചു പോയി. കുഞ്ഞിൻ്റെ മുഖത്ത് മുഴുവൻ നിഗൂഢമായി റോസാപുഷ്പങ്ങൾ. അന്ന് മുതൽ ആ കുഞ്ഞിനെ ഈ ആയ റോസ എന്ന് വിളിച്ചു. അങ്ങനെ ഈ കുഞ്ഞ് റോസ എന്നറിയപ്പെടാൻ തുടങ്ങി. ലീമായിലെ റോസ, നമ്മളിന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധരിൽ ഒരാൾ. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിലെ ലീമ നഗരത്തിൽ ആണ് റോസ ജനിച്ചത്. 1586 ജനിച്ചു. 1617 മരിച്ചു. ഡൊമിനിക്കൻ സന്യാസ സമൂഹത്തിലെ അംഗമാണ്. പെറുവിൻ്റെ സ്വർഗീയ മധ്യസ്ഥയാണ്. പെറുവിലെ കറൻസി നോട്ടിൽ ഏറ്റവും പ്രചാരത്തിലിരിക്കുന്ന ചിത്രം ഇപ്പോഴും റോസായുടേതാണ്, ലീമായിലെ റോസ. ആഴ്ചയിൽ 3 ദിവസം ഉപവസിക്കുക, രഹസ്യമായി കഠിനമായി പ്രായശ്ചിത്തം ചെയ്യുക, ദിവ്യകാരണത്തിന് മുമ്പിൽ മണിക്കൂർ ചെലവഴിക്കുക എന്നിവ ചെറുപ്പത്തിലേ ശീലിക്കാൻ തുടങ്ങി. അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി പിന്നാലെ കുറേ പൂവാലന്മാർ കൂടി. അവരെ അകറ്റി നിർത്താനായിട്ട് മുടി മുറിച്ച് കളഞ്ഞു. മുഖത്ത് കുരുമുളക് പൊടി പുരട്ടി ആകെ വികൃതമാക്കി. വീട്ടിൽ അവൾക്ക് സ്വന്തമായിട്ട് ഒരു മുറി ഉണ്ടായിരുന്നു. രോഗികളെയും പാവപ്പെട്ടവരെയൊക്കെ അവൾ ആ മുറിയിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചു, പരിചരിച്ചു. വസ്ത്രം മെടയാനും തുന്നാനൊക്കെ നല്ല വശമുണ്ടായിരുന്ന അവൾ വസ്ത്രം നെയ്ത് വിപണിയിൽ വിറ്റുകിട്ടുന്ന പണം ഈ രോഗികളെയും പിന്നെ ദരിദ്രരെയൊക്കെ സംരക്ഷിക്കാനായിട്ട് പരിപാലിക്കാനായിട്ട് ഉപയോഗിച്ചു. 20-ാം വയസ്സിൽ നിത്യവ്രത വാഗ്ദാനം ചെയ്തു. കഷായ വസ്ത്രം ധരിച്ചു. രാത്രിയിൽ 2 മണിക്കൂറേ ഉറങ്ങിയുള്ളൂ. 2 മണിക്കൂർ കൊണ്ടൊക്കെ ഇന്ന് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനൊരു ജീവിക്കുന്ന സാക്ഷിയാണ് ഞാൻ. വർഷങ്ങളോളം ഞാൻ 2 മണിക്കൂറാണ് ഉറങ്ങാറുള്ളൂ. രാത്രി 2:30 കിടന്ന് 5:15 എഴുന്നേൽക്കുന്ന ശീലമായിരുന്നു. സെമിനാരി തൊട്ട് അങ്ങനെയാണ്. ഇപ്പം ഞാൻ കുറച്ചുകൂടി കൂടുതലൊക്കെ ഉറങ്ങും. പ്രായമായി വരുന്നത് കൊണ്ടുള്ള, എനിക്കിപ്പോൾ 60 വയസ്സാണ്. അതുകൊണ്ട് തന്നെയല്ല, നമ്മളൊരു വിദേശ രാജ്യത്തായിരിക്കുമ്പോൾ രോഗിയാകാതെ നോക്കുക, നമ്മുടേതായ തരത്തിൽ നോക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ചുകൂടി ഉറങ്ങും. എങ്കിലും അത്ര അധികമൊന്നും ഉറങ്ങില്ല. അതുകൊണ്ടാണ് ഈ പുസ്തകങ്ങൾ എഴുതാനും പ്രസംഗിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് നേരം കിട്ടുന്നതിൻ്റെ ഒരു കാരണം അതാണ്. ഏതായാലും ഇവർ 2 മണിക്കൂർ ഉറങ്ങിയുള്ളൂ. ബാക്കിയുള്ള സമയം മുഴുവൻ പ്രാർത്ഥനയായിരുന്നു. യേശുവിൻ്റെ മുൾക്കിരീടത്തിൻ്റെ മാതൃകയിൽ വെള്ളി കൊണ്ടൊരു കിരീടം ഉണ്ടാക്കി തലയിൽ വെച്ചു. വലിയ ഭാരമുള്ള ഒരു കിരീടമായിരുന്നു അത്. അതിൻ്റെ മുള്ളുകൾ നല്ല ഷാർപ്പായിരുന്നു, നല്ല മുനയുള്ളത്. അതൊക്കെ അവളുടെ ശരീരത്തിലും തലയിലൊക്കെ തുളച്ചു കയറി ചോര പൊടിയാറുണ്ട്. ഇങ്ങനെ കഠിനമായ തപസ്സും പ്രായശ്ചിത്തവും പ്രാർത്ഥനയൊക്കെയായി 31-ാം വയസ്സിൽ അവൾ മരിച്ചു. കത്തീഡ്രൽ ദേവാലയത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഈ ലീമായിലെ റോസ സംസ്കരിക്കപ്പെട്ടത്. നമ്മുടെ നാട്ടിലും റോസ വളരെ വളരെ പ്രസിദ്ധമായൊരു പേരാണ് ലീമായിലെ റോസ. എൻ്റെ ഒരു പെങ്ങളുടെ പേര് റോസിലിയാണ്. റോസ. ഇന്ന് ഈ ലീമായിലെ റോസയോടൊപ്പം നമ്മൾ ഓർക്കുന്ന മറ്റ് വിശുദ്ധർ അൾട്ടിഗിയാനുസ്, അന്തോണി ഓഫ് ഗെറാസ്, അപ്പൊളിനാരീസ് ഓഫ് റെയിംസ്, ദെസിദെറാത്തോസ് ഓഫ് വെർദുൻ, എയോഗാൻ ഓഫ് ആർട്സ്ട്രോ, ഫ്ലാവിയൻ ഓഫ് ഔട്ടൻ, ഫ്രാൻസിസക് ദെക്തേറ, ഹിലാരിനുസ്, ജോൺ ബുർദ, ലുപ്പോ ഓഫ് നോവി, ലുപ്പുസ്, മാർസിയൻ ഓഫ് സൈഗ്നോൻ, തിമത്തി ഓഫ് റെയിംസ്, തിദ്ഫെല്ല, വിക്ടർ ഓഫ് വിത്ത, സക്കേവസ് ഓഫ് ജെറൂസലേം, മാർട്ടേഴ്സ് ഓഫ് ആന്റിയോക്ക് 4 പേര്, മാർട്ടഡിൻ ഏജിയ, അസ്തേരിയോസ്, ക്ലൗദിയോസ്, ദൊമിനീന, നിയോൺ, തെയോനില്ല, മാർട്ടഡിൻ ലിയോൺസ്, എലയാസർ, മിനേർവിയൂസ്, മാർട്ടഡിൻ ഓസ്തിയ, എലയാസ്, അർഹെലാവുസ്, മാക്സിമോസ്, കിരിയാഖുസ്,
martyred in Rome, Abondius, Irenaeus, martyred in the Spanish Civil War, Amancio Noriega Nunes, Angel Ayape Ramon, Angel de Tena Martan, Antonio Gutierrez Morales, Antonio Moreno Sevilla, Constantino Carbonell Sempere, Emiliano Busto Perez, Stanislav Sanz Hortoneda, Felix Celestin Gombert Olimbe, Florencio Perez Moral, Florentin Perez Romero, Francisco Alonso Fontaneda, Jerónimo Alonso Fernández, José Polo Benito, Juan Zoller Garcia, Julia Gibrat Marce, Julian Iglesias Banuelos, Julio Masquis Erdozain, Justo Ramon Piedrafita, Lorenzo Ilarregui Goni, Luis Iglesias Banuelos, Manuela Justa Fernandez Ibero, Mariano Garcia Mendez, Nicolas Alberich Luch, Pere Gelabert Amera, Petra Maria Victoria Quintana Argos, Ramon Grimaltos Monlord, Urbano Gil Saez, Vincente Alberich Luch, Aigulfos of Metz, Andoni the Ethiopian, Ferdinand of Cardona, Flavius of Rouen, Sidonius of Aisen Provenza. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് വെളിപാട് പുസ്തകം 8-ാമത്തെ അധ്യായം 1 മുതൽ 4 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. തിരുവചനം വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധർ കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഓർക്കണം, സുവിശേഷം പ്രഘോഷിക്കുന്നിടത്തൊക്കെ എന്ന കർത്താവിൻ്റെ കൽപ്പനയുണ്ട്. മാർക്കോസ് 14:9. വിശുദ്ധർ സ്വർഗത്തിലെ ആരാധനയിൽ പങ്കെടുക്കുന്നുവെന്ന് വെളിപാട് പുസ്തകം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്വർഗീയ ലിറ്റർജിയുടെ മുന്നാസ്വാദനമാണ് നമ്മുടെ ലിറ്റർജി. അതിനാൽ വിശുദ്ധരോടൊപ്പം ലിറ്റർജിയിൽ പങ്കുചേരാനും വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാനും വിശുദ്ധരെ അവർ ചെയ്ത കാര്യങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുന്നിടത്തെല്ലാം പ്രഘോഷിക്കാൻ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ആ ഉത്തരവ് പാലിക്കാനും വേണ്ടി നമുക്ക് ഈ വിശുദ്ധരെ ഓർക്കാം. അതോടൊപ്പം അവരുടെ നല്ല മാതൃകകൾ പിഞ്ചെല്ലാനായിട്ട് അനുകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മളെയും ഏതെങ്കിലും ഒരു വചനം കുത്തിത്തുളച്ച് ആ വചനത്താൽ നമ്മൾ ഉഴുതുമറിക്കപ്പെട്ട് ആ വചനത്താൽ വലയം ചെയ്യപ്പെട്ട് നമ്മുടെ ശരീരം തന്നെ വചനമായി മാറുന്ന അതാണ് പരമമായ ആരാധന എന്ന് പൗലോസ് പറയുന്നുണ്ട് റോമാലേഖനം 12:1. അങ്ങനെയൊക്കെ ആകാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.